ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഇസ്രായേൽ സൗത്ത് ലെബനാൻ ഭാഗത്ത് ഈ കാണുന്ന പിക്ചർ നിങ്ങൾ കണ്ടോളൂ. ഈ ടാങ്കുകളൊക്കെ കൊണ്ട് അവിടെ നിരത്തിയിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് ലെബനാൻ്റെ ആരോപണം. ലെബനാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും ഹെസ്ബുള്ള ഡിസാം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് ഇസ്രായേൽ ശക്തമായ രീതിയിൽ സൗത്ത് ലെബനാൻ ഭാഗത്ത് തുടരുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സീസ് ഫയർ ലംഘനമാണ് എന്നാണ് ലെബനാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സീസ് ഫയറൊക്കെ ലംഘിച്ചിട്ട് എത്രയോ മാസങ്ങളായി. കാരണം ഈ സീസ് ഫയർ സൈൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹിസ്ബുള്ളയ്ക്ക് ഒരു തരത്തിലും ബ്രീത്ത് എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയെ എത്തിച്ചത് ഇസ്രായേൽ. അമ്മാതിരിയുള്ള അടിയാണ്, മാരക അടിയാണ്. അറഞ്ചം പുറഞ്ഞം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തിട്ടാണ് സീസ് ഫയർ ഒപ്പിടിപ്പിച്ചത്. ഈ സീസ് ഫയർ ഒപ്പിട്ട സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ഹെസ്ബുള്ളയെ ഇസ്രായേൽ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ നിലവിളിച്ചുകൊണ്ട് നടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇസ്രായേൽ ശക്തമായ ഡോമിനേഷനിലാണ് ഈ സീസ് ഫയറിൽ ഹെസ്ബുള്ളയെ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ അത് വ്യക്തമായിട്ട് അതിനെ തുടർന്നുള്ള മാസങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സീസ് ഫയർ വന്നിട്ട് എത്രയോ മാസങ്ങളായി, ഇപ്പോഴും ഇസ്രായേൽ സൗത്ത് ലെബനാൻ്റെ ഉള്ളിൽ ഇത്രയും ശക്തമായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല ഹെസ്ബുള്ളയ്ക്കും. അതുപോലെ ലെബനൻ ആർമിക്ക് പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവരത്ര മിടുക്കരല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ലെബനൻ ആർമിയെ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഹെസ്ബുള്ളയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇസ്രായേലിൻ്റെ ഈ സ്ട്രെങ്ത്താണ് സിറിയയിലെ അഹമ്മദ് അൽ ഷറയുടെ ബലം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിനെ മാത്രമല്ല സിറിയയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ആ രീതിയിലാണ് ഇസ്രായേലിൻ്റെ സ്ഥാനം. ഹിസ്ബുള്ള അസ് ലോങ് as ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് റോക്കറ്റ് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ, സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ ഡോണ്ട് കെയർ പോളിസിയാണ് ഇസ്രായേലിനുള്ളതെങ്കിൽ ആ ഒറ്റ മെസ്സേജ് മാത്രം മതി. ഒരു പ്രഖ്യാപനം കൊടുത്തു കഴിഞ്ഞാൽ ഹിസ്ബുള്ള ചറ പറയാന്ന് സിറിയയ്ക്കുള്ളിൽ നാളെ ഇറങ്ങും. അത് ഉറപ്പാണ്. അപ്പം ഇസ്രായേലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ മേഖലയിൽ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട വിഷയമാണ്. അമേരിക്ക ഡസൻ കണക്കിൽ ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിൽ കൊണ്ട് ഡംപ് ചെയ്യുകയാണ്. ഇത് എന്തിനാണെന്ന് നമുക്ക് അറിയില്ല. ഇറാനെ ലക്ഷ്യം വെച്ചിട്ടാവാം, ഇല്ലെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാവാം. എന്നാലും ട്രംപ് തുരിതര ഇങ്ങനെ ഡിപ്ലോയ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡീറ്റെയിൽഡ് ന്യൂക്ലിയർ പ്രൊപ്പോസൽ ഇറാൻ്റെ സൈഡിൽ നിന്നും അമേരിക്കയിലേക്ക് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. IAEA നടത്തിയ ചർച്ചയിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. US കോൺഗ്രസ് സെനറ്റർ ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള ഖമനി ഈ തുടർച്ചയായിട്ട് പദവിയിൽ തുടരുന്നെങ്കിൽ അത് ഇറാന് കിട്ടുന്ന ഒരു വിജയമായിട്ട് കരുതപ്പെടും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ലിൻസി ഗ്രഹാം. പുള്ളിക്കാരൻ ഇൻഡയറക്റ്റ് ആയിട്ട് ട്രംപിനോട് പറയുകയാണ് ആയത്തുള്ള ഖമനിയെ പൊസിഷനിൽ നിന്ന് മാറ്റണം, റെജീം ചേഞ്ച് അനിവാര്യമാണ് എന്നുള്ളതാണ് ലിൻസി ഗ്രഹാം ആവർത്തിച്ച് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ അറബ് വംശജർക്കിടയിൽ നടക്കുന്ന തർക്കത്തിൽ ബെസായൽ സ്മൂട്രിച്ച് ഇസ്രായേലിൻ്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നെസറ്റിലാണ് പറഞ്ഞത്. അപ്പം നെസറ്റിൽ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഈ അറബ് മിനിസ്റ്റേഴ്സിനെ നോക്കിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടിച്ച് ചാവുന്നതിന് ഞങ്ങൾ എന്ത് വേണം? ഇതേ ചോദ്യമാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ്. അതിന് ഈ എൻ്റെ രാജ്യത്തിനെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 അറബ് വംശജർ തമ്മിൽ ഉണ്ടായ കശപിശയിൽ ഒരു കൊലപാതകം അവിടെ നടന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഈ ചർച്ച ഈ നെസറ്റിലേക്ക് കൊണ്ടുവന്നതും അതിനെതിരെ ബെസായൽ സ്മൂട്രിച്ച് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതും. ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്തുള്ള പുതിയ സെറ്റിൽമെൻറ്റുകളാണ്. ഈ പുതിയ സെറ്റിൽമെൻറ്റുകളെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. ഇപ്പം നിലവിൽ ഇസ്രായേൽ സ്റ്റേറ്റിൻ്റെ സ്ഥലങ്ങളായിട്ട് അതിനെ മാറ്റിയിരിക്കുകയാണ്. അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ സ്ഥലമിടപാട് നടത്തണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നടത്തണം, ഇസ്രായേലിൽ അപ്രൂവൽ വാങ്ങിക്കണം, ഇസ്രായേലാണ് ആ ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കുന്നത്. അല്ലാതെ ഇനി വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഇനി റമല്ലയിൽ നിന്നോ അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്നോ ഒരു തരത്തിലും ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കില്ല. അതാണ് ഇസ്രായേൽ ഇപ്പം പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയമം. അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകളാണ് ഇസ്രായേൽ ഇപ്പോൾ പുതുതായിട്ട് അവിടെ പണിതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ആൾക്കാരെ താമസിപ്പിക്കും. കാരണം ഈ സെറ്റിൽമെൻറ്റ് പണിത ഉടനെ അവിടെ ആൾക്കാരെ താമസിപ്പിക്കത്തില്ല. കാരണം ഏത് നേരത്തും ഒരു ആക്രമണം നടന്നേക്കാം. ഈ സെറ്റിൽമെൻറ്റിനെതിരെയുള്ള പാലസ്തീൻ സൈഡിൽ നിന്നും ആക്രമണങ്ങൾ ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ഇത് പൂർണ്ണമായിട്ടും സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അവിടെ ആൾക്കാരെ താമസിപ്പിക്കുന്നത്. പലപ്പോഴും ആൾക്കാർ താമസം തുടങ്ങിയതിന് ശേഷവും ആക്രമണങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും 1000 സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ജൂൺ മാസത്തിനുള്ളിൽ. അതായത് ഇപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി മിഡായി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസം, വരുന്ന 3 മാസം കൊണ്ട് 8000 ഇന്തോനേഷ്യൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ
ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 8,000 പേരെ 3 മാസത്തിനുള്ളിൽ കുത്തനെ കൂട്ടും. ഇപ്പോൾ 1000-ൽ തുടങ്ങുന്നത് 8,000-ൽ പോയി നിൽക്കും. ഇപ്പോൾ ഈ റമദാൻ മാസം തുടങ്ങിയത് കൊണ്ട് അലക്സ മോസ്കിൽ, ശരിക്കും ഈ ടെമ്പിൾ മൗണ്ട് ഏരിയയിൽ ഇസ്രായേൽ IDF ട്രൂപ്പിനെ അവിടെ കൂടുതൽ വിന്യസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിലാണ് അവിടെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട IDF സോൾജേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർ കൂട്ടത്തോടെ ആക്രമിക്കും. കാരണം അവർക്ക് കിട്ടിയ ഒരു അവസരമാണ്, അതൊരു പുണ്യപ്രവൃത്തിയാണ്. കാരണം യഹൂദനെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത് നിരന്തരം പണ്ട് നടന്നുകൊണ്ടിരുന്ന വിഷയമാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ IDF സോൾജേഴ്സിനെ അവിടെ ഈ നോമ്പ് കാലത്ത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ആ പോർട്ടിൽ അഗ്നി-1 മിസൈൽ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഡിപ്ലോയ് ചെയ്യുമെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിനെ തുടർന്ന് ആൻഡമാൻ നിക്കോബാർ ഒരു സ്പോട്ട് ലൈറ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം ആ മേഖല എന്ന് പറഞ്ഞാൽ ഈ മലാക്ക സ്ട്രേറ്റിൻ്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ആൻഡമാൻ നിക്കോബാർ. ഏതാണ്ട് 80% ചരക്ക് നീക്കവും അതിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യ കൃത്യമായിട്ട് അവിടെ മോണിറ്റർ ചെയ്യും. അവിടെ ഇന്ത്യയുടെ നിരീക്ഷണം വളരെ ശക്തമായ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ സർവൈലൻസ് ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. മെയിനായിട്ട് ചൈനയ്ക്ക് ഇതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ചൈനയ്ക്ക് ഓപ്പണായിട്ട് ഒന്നും തന്നെ പറയാനില്ല. കാരണം ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോവറൈൻ ലാൻഡാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തും കാണിക്കും, അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. പക്ഷേ എന്തായാലും ഇന്ത്യ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ചൊരു തീരുമാനമായിട്ടാണ് ഇത് കണക്കാക്കാൻ കഴിയുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 8,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ 572 ഐലൻഡുകളായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ലാൻഡ് നാച്ചറാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ $1.9 മില്യൺ ഒരു എഗ്രിമെൻറ്റ് ധാരണയായിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു സർവൈലൻസ് ടെക്നോളജിയോടൊപ്പം ചേർന്ന് ആ ഒരു സർവൈലൻസ് ചെയ്യുന്ന ആ ഒരു മെഷീനറി ഇന്ത്യ പർച്ചേസ് ചെയ്യാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന്. ഇത് നമ്മളുടെ ബോർഡർ സെക്യൂരിറ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേലിൻ്റെ ഓട്ടോണമസ് ഗാർഡ് എന്ന് വിളിക്കുന്ന ഈ എക്യുപ്മെൻ്റ് ആണ് വിത്ത് ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യ വാങ്ങിക്കുന്നത്. ഓട്ടോണമസ് ഗാർഡ് B3 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഡ്യുവൽ ചാനൽ സർവൈലൻസ് ഒബ്സർവേറ്ററി ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റി സർവൈലൻസ് മേഖലയിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇതുവരെ ഇന്ത്യയുടെ ബോർഡർ നിരീക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇസ്രായേലി എക്യുപ്മെൻറ്റ്സും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്രായേൽ വളരെ പ്രൗഡോടുകൂടി തന്നെയാണ് ഇന്ത്യക്ക് ഇത് നൽകുന്നത്. അപ്പോൾ അത് ഇസ്രായേൽ ഇന്ത്യയുടെ ബോർഡർ നിരീക്ഷണത്തിൽ ഇപ്പം പങ്കാളിയാവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ മൊസാദ് നമുക്ക് ഉപദേശിക്കും, അതുപോലെ ഇസ്രായേലിൻ്റെ ശക്തമായ പിന്തുണ നമുക്കുണ്ട് എന്നെല്ലാം നമ്മൾ പലതരത്തിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇസ്രായേലിൻ്റെ ഇടപെടൽ, ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി സർവൈലൻസിൽ ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഈ പർച്ചേസിലൂടെ നടപ്പിലാകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ട്രസ്റ്റ് ബേസ്ഡ് ആണ്, വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡീൽസ് നടക്കുന്നത് എന്നാണ് മാക്രോൺ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഓപ്പൺനെസ്, ആംബിഷൻ, ഈ രണ്ട് വിഷയങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇമ്മാനുവൽ മാക്രോൺ. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗേയ് ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത് ബ്രിക്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രിക്സ് ഒരു മൾട്ടിപോളർ അംബർല ആണെന്നാണ് പുള്ളിക്കാരൻ വിശേഷിപ്പിക്കുന്നത്. 3 കോണ്ടിനെന്റുകൾ തമ്മിലുള്ള ബന്ധിപ്പിക്കലാണ് ബ്രിക്സ് നടത്തുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഈ 3 കോണ്ടിനെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യുറേഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ 3 കോണ്ടിനെന്റിനെയാണ് പുള്ളിക്കാരൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.